ദാവീദ് അവൻ്റെ ജീവിതത്തിൽ അവനെ ഉയരുന്നതിന് തടസ്സമായിട്ട് എന്തെല്ലാം വിഷയങ്ങൾ അവൻ കണ്ടോ അതിനെ മുഴുവൻ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? തട്ടിത്തെറിപ്പിച്ചു, അല്ലെങ്കിൽ എടുത്തു മാറ്റി. അതേതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്? ആദ്യം പഠിച്ചത് ശൗലിനെ പരിമിതപ്പെടുത്തിയ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നെന്നാ. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണെന്നറിയാമോ? ദാവീദിനെ പരിമിതപ്പെടുത്താനായിട്ട് ശ്രമിച്ച വിഷയങ്ങൾ അവൻ എടുത്തു മാറ്റിയത് എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. ഏതൊക്കെയാണോ പഠിച്ചത്? ഒന്ന്, അവസരങ്ങളില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമായിരുന്നു. അതാരും അവൻ എന്ത് ചെയ്തില്ല? അവസരം കൊടുത്തില്ല. അവൻ്റെ അപ്പനും അമ്മയും പോലും അവനെ എന്ത് ചെയ്തില്ല? അവസരം കൊടുത്തില്ല. ബാക്കി എല്ലാവരെയും മിലിറ്ററി വിട്ട് ബാക്കി എല്ലാത്തിനും നല്ലതിനൊക്കെ വിട്ടപ്പോൾ ഇവനെ എന്ത് ചെയ്തില്ല? ഇവനെ ആടിനെ തെറ്റാൻ വിട്ടു. അവസരം ലഭിച്ചില്ല. പക്ഷെ അവനെന്ത് ചെയ്തു? എവിടെ ആയിരുന്നു അവിടെ അവൻ എന്ത് ചെയ്തു? അവസരം കണ്ടെത്തി. അവിടാണ് എപ്പോഴും ശ്രദ്ധിക്കണ്ടേ. ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് വേർ യു ആർ. നീ എവിടാണെന്നോ അവിടെ നീ ഒരു അവസരം കണ്ടെത്തണം. അടുത്തത്, അവഗണന എന്നുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു. അവനെ എല്ലാവരും അവഗണിച്ചു. സ്വന്തം അപ്പനും അമ്മയും പോലും അവനെ എന്ത് ചെയ്തു? അവഗണിച്ചു. അവനതിന് വിഷമമൊന്നുമില്ല. അതും അവൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്. ഉദാഹരണം പറഞ്ഞാൽ, എല്ലാവരും ഒരു സ്ഥലത്ത് പോകുന്നു, നിന്നെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നീ എന്ത് ചെയ്ത്? മാറിയിരുന്ന് കരയോ? അതോ കിടന്നുറങ്ങോ? അതോ ആ അവസരം വല്ലതും പഠിക്കാനും എഴുതാനും ആയിട്ട് ഉപയോഗിക്കുമോ? എല്ലാവരും കൂടെ ഒരു പ്രോഗ്രാം നിന്നെ എന്ത് ചെയ്തില്ല? സീറ്റില്ലാഞ്ഞുകൊണ്ട് നിന്നെ കൊണ്ടുപോയില്ല. അപ്പോൾ നീ എന്ത് ചെയ്യും? കുത്തിയിരുന്ന് കരയും. ആണോ? കുത്തിയിരുന്ന് കരയോ? അതോ ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, എനിക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണ്, ഐ എം ഗോയിങ് ടു യൂസ് ഇറ്റ് ക്രിയേറ്റീവ്ലി, ക്രിയാത്മകമായിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യും? ഉപയോഗിക്കും. വിജയത്തിലേക്കുള്ള 7 പടികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. ആ പുസ്തകം എഴുതിയത് ഒരു എയർപോർട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ. ആ പുസ്തകം മുഴുവൻ എഴുതിയത് ഒരു എയർപോർട്ടിൽ ഇരുന്നിട്ടാണ്. കാരണം എൻ്റെ ഒരു ഫ്ലൈറ്റ് മിസ്സായി. ഇനി അടുത്ത ഫ്ലൈറ്റ് വരണമെങ്കിൽ ഒരു 12 മണിക്കൂർ ഗ്യാപ്പ് എനിക്ക് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു. അതൊരു പുസ്തകമാക്കിയാലോ ഒന്ന്. അങ്ങനെ എഴുതിയത് ആ പുസ്തകം. എയർപോർട്ടിൽ നിന്ന് എഴുതിയത്. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഞാനത്. എയർപോർട്ടിൽ നിന്ന് എഴുതിയ പുസ്തകം. കാരണം ആ അവസരം എനിക്ക് ആ സമയം ഞാൻ പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേണമെങ്കിൽ ഒക്കെ നമ്മൾ ഷോപ്പിംഗ് നടത്തില്ല, കാണാമായിരുന്നു. കടതോറും കയറി ഇറങ്ങി എന്ത് ചെയ്യാം? നോ, എനിക്ക് തോന്നി അതിനേക്കാൾ നല്ലത് ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ആരും ശല്യം ചെയ്യാനില്ല, ആരും ഇല്ല എൻ്റെ അടുക്കൽ. എന്ത് ചെയ്യാം? ഒരു ഒഴിഞ്ഞ മൂലയിൽ പോയിരുന്ന ബൈബിളും തുറന്ന് ആ ഭാഗം വായിച്ച് അവിടെ നിന്നാണ് ആ 7 സ്റ്റെപ്പ് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പം ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഒരുപക്ഷെ നമ്മളെ ഒറ്റപ്പെടുത്തിയ അവസരങ്ങളായിരിക്കാം. ഒരുപക്ഷെ നമ്മളെ മനഃപൂർവ്വം ആളുകൾ തഴഞ്ഞതായിരിക്കാം. ആയിക്കോട്ടെ, ഐ എം ഗോയിങ് ടു യൂസ് ഇറ്റ് ക്രിയേറ്റീവ്ലി. ഞാനതിനെ ക്രിയാത്മകമായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഉപയോഗിക്കാൻ പോവുക. പരദേശി മോക്ഷയാത്ര വായിച്ചവർ എത്ര പേരുണ്ട്? വായിച്ചിട്ടില്ല? കുറച്ച് വായിച്ചിട്ടുള്ളൂ. മോക്ഷയാത്ര തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും അല്ലേ? അതെവിടെ കിടന്നാ എഴുതിയെന്നറിയാമോ? എവിടെ? ജയിലിൽ കിടന്നാ എഴുതിയേ. ജോൺ ബെന്യനെ ജയിലിൽ പിടിച്ചിട്ടപ്പം എഴുതിയ പുസ്തകം അത്. ഇങ്ങനെ എത്രയോ ആളുകൾ അവരുടെ ആ നല്ല അവസരങ്ങൾ അവർ ക്രിയാത്മകമായിട്ട് എടുത്ത് ഉപയോഗിച്ചു. നമുക്ക് എത്രയോ അവസരങ്ങൾ ലഭിക്കുന്നു. ചുമ്മാ ഇരുന്ന് കുറേ പ്രസംഗം ഉണ്ടാക്കുക, അല്ലേ പാട്ട് എഴുത്. ഇന്നത്തെ കാലത്ത് പാട്ട് എഴുതാൻ വളരെ എളുപ്പമാണല്ലോ. പഴയ പോലല്ല, കണ്ടക്ക പൊട്ടുക എന്ന് പറഞ്ഞ് കുറച്ച് പാട്ട് എഴുതാവുന്നേ ഉള്ളൂ. കിട്ടുന്ന അവസരം ഈ 1.5 വർഷം കോവിഡിൻ്റെ കാലം നമുക്ക് കിട്ടി, എല്ലാവർക്കും കിട്ടി.
യാത്രയില്ല, ശുശ്രൂഷയില്ല, എങ്ങും പോകണ്ട, വീട്ടിൽ തന്നെ ആയിരുന്നു. നമ്മളെങ്ങനെ അതിനെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിച്ചു? ക്രിയേറ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട് നമുക്ക് സമൂഹത്തിനും പ്രയോജനം വരുന്ന എന്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു? റോയ് പാഷയ്ക്ക് ഏതായാലും വീട് പണിയാൻ കഴിഞ്ഞു, അതൊരു വലിയ കാര്യമാണ്. നമ്മളെന്തോ ചെയ്തു? ഈ അവസരം നമ്മളെങ്ങനെ ഉപയോഗിച്ചേ? പ്രയർ ഗ്രൂപ്പ് ഉണ്ടാകാൻ തുടങ്ങി. അത് ചെയ്തു. എത്രയോ പേര് അവർക്ക് അവസരം, ഇതൊരു നല്ല അവസരമായിട്ട് അവരുപയോഗിച്ചു. ദാവീദ് അതാ ചെയ്തേ. എന്നെ യുദ്ധത്തിന് വിട്ടില്ല, അല്ല എന്നെ സൈന്യത്തിന് വിട്ടില്ല, എന്നെ ആടിനെ തീറ്റാനെ വിട്ട്, അവൻ അവിടെ അവസരങ്ങൾ കണ്ടെത്തിയവൻ ഒരു യോദ്ധാവായി മാറാനായിട്ട്. അവിടെയുള്ള സിംഹത്തോടും കരടിയോടും ഒക്കെ അവൻ എന്ത് ചെയ്തു? എതിർത്ത് പോരാടി ജയിച്ച്. അതാണ് പിന്നെ ഗോലിയാത്തിനെ ജയിക്കാനായിട്ട് അവനെ ശക്തീകരിച്ച വസ്തുത. എപ്പോഴും നമ്മൾ എവിടെ ആയിരുന്നാലും ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് അതേഴ്സ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഒരു അവസരം കണ്ടെത്തുക. എനിക്കറിയാം, എനിക്ക് എൻ്റെ ഒരു വലിയ സ്നേഹിതനൊരു വലിയ കമ്പനി നടത്തിക്കൊണ്ടിരുന്നു. ഒരു സാമ്പത്തിക പ്രതിസന്ധി കോവിഡിന് മുമ്പൊരിക്കും ഉണ്ടായിട്ടുണ്ട്. വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് കുറേ പേരെ പിരിച്ചു വിട്ടേ പറ്റത്തുള്ളായിരുന്നു. പിരിച്ചു വിട്ടേ പറ്റൂ. പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിച്ച്, ഞാൻ എല്ലാവരെയും ലിസ്റ്റ് തരാം, പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ കുറേ പേരുടെ പേര് എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോ, ഇത് അങ്ങനെ ചെയ്യേണ്ട പരിപാടിയല്ല. നിൻ്റെ ഈ 25 ആളുകളിൽ കമ്പനിയെ സെർവ് ചെയ്തവരാരൊക്കെയുണ്ട്, കമ്പനിയിൽ നിന്ന് നന്മ മാത്രം പറ്റി ജീവിച്ചവരാരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും. എൻ്റെ ഒരു ലിസ്റ്റ് തരാൻ പറഞ്ഞു എനിക്ക്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായെന്ന് തോന്നുന്നു. കമ്പനിയെ സേവിച്ചവർ. ചിലർ കൃത്യസമയത്ത് വരും, കൃത്യസമയത്ത് പോകും. അവരെ ഏൽപ്പിച്ച ജോലി അവർ ചെയ്യും. അവർ കമ്പനിയെ സേവിക്കുകയല്ല ചെയ്തത്, അവർ കമ്പനിയിൽ നിന്ന് നന്മ പറ്റി ജീവിച്ചതാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരെ, ഈ എല്ലാ ആളുകളെയും നീ അങ്ങനെ ഒന്ന് തിരിക്കാൻ പറഞ്ഞു. ഈ 25 പേരെ നീ അങ്ങനെ തിരിക്കുക. നിനക്ക് ആകെ ആവശ്യം 5 പേരെ ഇനി പറ്റുള്ളൂ, 5 പേരെ ഇനി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാം എഴുതാൻ പറഞ്ഞു. അതിൽ ചില ആളുകൾ അവരുടെ ഡ്യൂട്ടി സമയത്തിന് മുമ്പ് വരുമായിരുന്നു. 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ് വന്നാൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിടും. ഈ വലിയ വലിയ കമ്പനിയിൽ ക്ലീനേഴ്സ് എന്ന് പറഞ്ഞ ആളില്ല. വേറെ ചിലർ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാം ഒന്ന് ഓർഡറാക്കിയിട്ടേ പോകുള്ളൂ. അവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തു. ചിലർ വളരെ എക്സ്പേർട്ടാണ്, അവരുടെ ജോലിയിൽ അവർ ഭയങ്കര എക്സ്പേർട്ടാണ്. പക്ഷേ ടൈം കൂട്ടിവിട്ട് വരും. അത്രയും ചെയ്ത് വെച്ചാൽ അവരങ്ങ് പോകും, തിരിച്ച് കാറും എടുത്തങ്ങ് പോകും. അവർ പാർക്ക് ചെയ്ത കാറിൻ്റെ അവിടെ ഒരു ബോട്ടിൽ കിടക്കുന്ന കണ്ടാൽ പോലും അവരെന്ത് ചെയ്യില്ല, കുനിഞ്ഞെടുക്കില്ല. ഒരു കടലാസ് കിടക്കുന്നുണ്ട്, എടുക്കത്തില്ല അവർ. അത് അവരുടെ ജോലിയല്ല. എന്നെ അകത്തെ ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്, അകത്ത് ഓഫീസിലുള്ള. ഈ ലിസ്റ്റെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓരോരുത്തരെ എടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തു. കമ്പനിയെ സെർവ് ചെയ്ത, കമ്പനിയെ ശുശ്രൂഷിച്ച, എനിക്ക് ശമ്പളം തരുന്ന ഈ കമ്പനി, ഹൗ ക്യാൻ ഐ സെർവ് ദ കമ്പനി? എനിക്ക് ഈ കമ്പനിക്ക് ഒരു ആശ്വാസമായിട്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് സെർവ് ചെയ്ത 5 പേരെ മാത്രം എടുത്തു. എല്ലാവരും വിചാരിച്ചു ഞങ്ങളൊന്നും പറഞ്ഞു വിടില്ലെന്ന്. അത് നേരത്തെ പറഞ്ഞായിരുന്നു, കുറച്ച് പേരെ പറഞ്ഞു വിടുന്നുള്ളത്. എല്ലാവരും വിചാരിച്ചു അവരൊന്നും പറഞ്ഞു വിടില്ലെന്ന്, കാരണം ഞാൻ സ്മാർട്ടാണ്. പക്ഷേ കമ്പനി, വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദ കമ്പനി? എനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. കാരണം എന്നെ വളർത്തുന്ന, എന്നെ തീറ്റിപ്പോറ്റുന്ന, എന്നെ നിലനിർത്തുന്ന ഈ കമ്പനിയെ നിലനിർത്തേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടെ സേവനം ചെയ്ത 5 പേർക്ക് അവിടെ ജോലി കിട്ടി. ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ 5 പേരെ അവരെടുക്കാൻ പോകുന്നുള്ളത്. അവിടെ എടുത്ത ക്രൈറ്റീരിയ എന്തുമായിരുന്നു?
അവരെ നിലനിർത്താനുള്ള എടുത്ത മാനദണ്ഡം എന്തുമായിരുന്നു? എനിക്ക് എങ്ങനെ ഈ കമ്പനിയെ സെർവ് ചെയ്യാനായിട്ട് കഴിയും? ഞാനൊരു കാര്യം എപ്പോഴും നിങ്ങളോട് പറയാം, നിങ്ങളെവിടെ ആയിരുന്നാലും അവിടെ നിന്ന് എന്തോ അടിച്ചു മാറ്റി കൊണ്ടുപോകാന്നല്ല നോക്കണ്ടേ, പകരം ഹൗ ക്യാൻ ഐ സെർവ് ദ കമ്പനി? എനിക്ക് അവരെ എങ്ങനെ സേവിക്കാനായിട്ട് കഴിയും? അങ്ങനെയാണെങ്കിൽ നീ ആയിരിക്കും അവിടുന്ന് പോകുന്ന അവസാനത്തെ വ്യക്തി, നിന്നെ ആയിരിക്കും അവിടുന്ന് പറഞ്ഞു വിടുന്ന അവസാനത്തെ ആള്. അവന് എവിടെ ചെന്നാലും ജോലിയും കിട്ടും, അവൻ്റെ ജീവിതത്തിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവില്ല. കാരണം ഹി ഈസ് ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി ടു സെർവ്. അത് നിങ്ങൾക്കെല്ലാം ഞാനൊരു പാഠമായിട്ട് പറഞ്ഞു തരിക. എവിടെ പോയാലും ദാവീദ് അതാ ചെയ്തേ. എനിക്ക് അവസരം ലഭിച്ചില്ല എന്നൊന്നും പറഞ്ഞ് അവൻ എന്ത് ചെയ്തില്ല, പിന്മാറിയിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്നലെ അവസാനം നിർത്തിയത് എവിടാ? അവസാനം എവിടെ ഞാൻ പറഞ്ഞു, അവനെ ശക്തീകരിപ്പാൻ പ്രാപ്തനായ ഒരു സ്നേഹിതനെ കൂടെ അവൻ കണ്ടെത്തിയിരുന്നു. ദാവീദ് ഒരു യോനാഥാനെയാണ് കണ്ടെത്തിയത്, അല്ലാതെ അന്നമ്മയല്ല കണ്ടെത്തിയത്. നമുക്കൊക്കെയുള്ള പ്രശ്നം ഏതാ? നമ്മുടെ ഭാരവും പ്രയാസമൊക്കെ പറയാൻ നമ്മൾ ആരെയാ കണ്ടെത്തുന്നേ? ഒരു അന്നമ്മ. ദാവീദ് അന്നമ്മയെ കണ്ടെത്തും. അന്നമ്മ ആരെ കണ്ടെത്തും? ദാവീദിനെയോ അല്ലെങ്കിൽ വേറൊരു ജോസഫിനെ കണ്ടെത്തും. അന്നമ്മ ഒരു അന്നമ്മയെ വേണം കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു മേരിയെ വേണം കണ്ടെത്താൻ. അല്ലാതെ അന്നമ്മ ആരെ കണ്ടെത്തരുത്? ജോസഫിനെ ദാനിയേലിനെയും കണ്ടെത്തരുത്. ദാവീദ് ഒരു യോനാഥ. ഇന്ന് എത്ര പേരുടെ പ്രശ്നം അതാ. അവരുടെ ഭർത്താവിനോട് പോലും പറയാത്തത് അവരാരോട് പറയും? ജോസഫേട്ടനോട് ഹൃദയം തുറന്ന് പറയും. നേരെ തിരിച്ചും ഭാര്യയോട് പോലും പറയാത്തത് അവരാരോട് പറയും? മറിയാമ്മ സഹോദരിയോടോ ഒക്കെ പറയും. ദാവീദിൻ്റെ ഉറ്റ സ്നേഹിതൻ യോനാഥാനായിരുന്നു. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള അടപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെ? നമ്മൾ ഒതുക്കാൻ ശ്രമിക്കുന്ന അടപ്പുകളും അല്ലെങ്കിൽ എടുത്തു മാറ്റേണ്ടതായ അടപ്പുകൾ. രണ്ട് ശൗലിൻ്റെയും ദാവീദിൻ്റെയും ജീവിതത്തിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ശൗലിനെ ഒതുക്കാൻ ശ്രമിച്ച അടപ്പുകൾ ഏതാണെന്ന് കണ്ടു, ദാവീദ് എടുത്തു മാറ്റിയ അടപ്പുകൾ ഏതാണെന്ന് നമ്മൾ കണ്ടു. അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് അടപ്പുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇൻഫ്ലുവൻസ്, സ്വാധീനം. രണ്ടാമത്തെ അടപ്പ് എന്തുവാ? മൂന്നാമത്തെ ആയിരുന്നു. എന്ത്? രണ്ടാമത്തെ എന്തുവായിരുന്നു? അടപ്പെല്ലാം ഒന്നാമത്തെ നിയമമാണ്. ഇത് രണ്ടാമത്തത് സ്വാധീനം എന്ന അടപ്പാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നീ ആരുടെ സ്വാധീനത്തിലാന്നു എന്നുള്ളത് നിന്നെ പരിമിതപ്പെടുത്തുന്നതും നിന്നെ വിശാലപ്പെടുത്തുന്നതുമായ ഒന്നാണ്. നീ ആരുടെ സ്വാധീനത്തിലാണ്? നീ ആരുടെ ഇൻഫ്ലുവൻസിലാണ്? നിന്റെ ജീവിതത്തെ ആരാണ് സ്വാധീനിച്ചിരിക്കുന്നത്? നീ ആരുടെ കൂടെ നടക്കുന്നേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അവരുടെ നേതാവായിട്ടിരിക്കാൻ പറ്റില്ല. അവർ ലീഡർഷിപ്പ് ഈസ് ഓൾവേസ് based on our influence. നമ്മുടെ നേതൃത്വ ശക്തി, നേതൃത്വത്തിൻ്റെ ബലം അല്ലെങ്കിൽ അതിൻ്റെ കഴമ്പ് നാം എത്രത്തോളം ആളുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിനക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ
നീ നേതാവാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആരും നീ പറഞ്ഞ ആരും കേൾക്കില്ല. അത് ഓർത്തോണം. അപ്പൊ സ്വാധീനിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ആരുടെ കൂടെ ആയിരിക്കണം? സ്വാധീനമുള്ള ഒരാളുടെ കൂടെ ഞാൻ നടന്നാൽ മാത്രമേ എനിക്ക് ആ സ്വാധീനം കിട്ടുള്ളൂ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്താ യോശുവയെ ജനം അംഗീകരിക്കാൻ കാരണം? മോശയുടെ കൂടെ നടന്നവനവൻ. ഇവിടെ അങ്ങനെ ചില ആളുകളുണ്ട്, ഇവിടുത്തെ ന്യൂസ് അറിയണമെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്നവരോടെ ചോദിക്കുള്ളൂ, എന്നോട് ചോദിക്കില്ല. മനസ്സിലായില്ല? എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരാളവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ന്യൂസുകൾ ചോദിക്കുക. അടുത്ത വർഷം ബൈബിൾ സ്കൂളുണ്ടോ? തുടങ്ങുമോ ഇല്ലയോ? സാർ നാളെ ക്ലാസ് എടുക്കുമോ? പരീക്ഷയുണ്ടോ? ഇതൊക്കെ ആരോടാ ചോദിക്കുക? ജോസഫിനോടായിരിക്കും ചോദിക്കുക. കാരണം ജോസഫാണല്ലോ എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആള്. അതൊരു സ്വാഭാവിക കാര്യമായത്. പണ്ട് ശിവപാസോടായിരുന്നു ചോദിക്കാറ്. കാരണം ശിവപാസ എൻ്റെ കൂടെ എപ്പോഴും നടന്നിരുന്നേ. അപ്പം യുവർ ഇൻഫ്ലുവൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ലീഡർഷിപ്പ്. നിന്റെ സ്വാധീനത്തിനനുസരിച്ചായിരിക്കും നിന്റെ നേതൃത്വ ബലം. ഈ ചില സഭയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാസ്റ്ററേക്കാൾ കൂടുതൽ സ്വാധീനം അവിടെ ആർക്കാണെന്നറിയാമോ? സെക്രട്ടറിക്ക്, ചിലടത്ത് കൊച്ചമ്മയ്ക്കാ. അങ്ങനെയുള്ളവരുണ്ട്. കൊച്ചമ്മയെ പിടിച്ചാലേ കാര്യം എന്ത് ചെയ്യത്തുള്ളൂ, നടക്കുള്ളൂ. അപ്പോൾ കൊച്ചമ്മമാരൊരു കാര്യം ഓർത്തു, നിങ്ങളുടെ സ്വാധീനം ഭയങ്കരമാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളുടെ മേൽ നിങ്ങൾക്കൊരു സ്വാധീനമുണ്ട്. അപ്പൊ ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. ദ ലോ ഓഫ് ലീഡർഷിപ്പ്. സ്വാധീനമെന്ന അടപ്പല്ല, സ്വാധീനമെന്ന നിയമം. ആദ്യത്തത് അത് തെറ്റി പറഞ്ഞതാ. ആദ്യത്തത് അടപ്പുകളെന്ന നിയമം, രണ്ടാമത്തത് സ്വാധീനമെന്ന നിയമം. ഞാൻ തെറ്റി പറഞ്ഞതാ. സ്വാധീനം എന്ന അടപ്പല്ലത്. ഇനി ഒരു കാര്യം ഓർത്തോണം, ഈ സ്വാധീനം ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. സ്വാധീനം നിനക്ക് ഒറ്റ ദിവസം കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ ഒക്കത്തില്ല. സ്വാധീനത്തിന് സമയമെടുക്കും. സ്വാധീനത്തിന് സമയമെടുക്കും. ഞാൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണം എടുക്കുന്നത് യോശുവയെ തന്നെ. യോശുവ ആ ലീഡർഷിപ്പിലേക്ക്, നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുൻപ് ഏതാണ്ട് 40 വർഷത്തോളം ആരുടെ കൂടെ നടന്നു? യോശുവ മോശയുടെ കൂടെ നടന്നു. യോശുവയെ കുറിച്ച് പറയുന്നത്, അവൻ എന്തായിരുന്നു? മോശയുടെ ദാസനായിരുന്നു എന്നാണ് പറയുന്നത്. വായിച്ചേൻ ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ ആ ആ എനിക്കിപ്പോൾ 120 വയസ്സായി, ഇനി പോകാനും വരാനൊന്നും പഴയ പോലെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ തമ്പുരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ യോർദാൻ കിടക്കത്തില്ലെന്ന്. ആ ആ ആ ആ യോശുവയെ നീ നായകനാക്കണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണേ. ഞാൻ പറഞ്ഞു സ്വാധീനം ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ഇതേ യോശുവയാണ് സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ കനാൻ ദേശം നോക്കാനായിട്ട് പോകുന്നേ. ഓർക്കുന്നില്ലയോ? അന്ന് യോശുവ പറഞ്ഞത് ഒറ്റ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിച്ചില്ല. കനാൻ ദേശം മടങ്ങി വന്ന് യോശുവയും നൂന്റെ മകനായ കാലേബും കൂടെ പറയുന്നു, നമുക്ക് ഈ ദേശം കൈവശമാക്കാനൊക്കെ വരും. ജനം അവരെ കല്ലെടുക്കുക ചെയ്തേ കൊല്ലാനായിട്ട്. അപ്പം 40 വർഷം മുൻപ്
ഈ യോശുവയ്ക്ക് ജനത്തിൻ്റെ ഇടയിൽ എന്തില്ലായിരുന്നു? ഒരു സ്വാധീനവും ഇല്ലായിരുന്നു. സംഗതി അന്ന് പറഞ്ഞതും സത്യം തന്നെ. അന്ന് പറഞ്ഞത് തന്നെ മൂപ്പരിപ്പം ചെയ്യാൻ പോന്നെ. പക്ഷെ അന്ന് പറഞ്ഞപ്പം ജനം എന്ത് ചെയ്ത്? കല്ലെറിയാനായിട്ടാണ് ഇവരെ എന്ത് ചെയ്തത്? പരിശ്രമിച്ചത്. 40 വർഷം കൊണ്ട് യോശുവ ജനത്തിൻ്റെ കോൺഫിഡൻസ് പിടിച്ചു പറ്റി. 40 വർഷം കൊണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ വരും പറയുന്നു, മോശെ ഞങ്ങൾ അനുസരിച്ചതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നിന്നെ അനുസരിക്കും. മോശയോട് ഞങ്ങൾ എങ്ങനെയായിരുന്നോ പെരുമാറിയത് അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നിന്നോട് പെരുമാറും. എന്താ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കാര്യം? 40 വർഷം കൊണ്ട് യോശുവയുടെ സ്വാധീന ശക്തി എന്ത് ചെയ്തെന്നറിയാമോ? വളർന്നു. എന്നിട്ട് ജനം യോശുവയോട് പറയുന്നുണ്ട്, ഒരു മനുഷ്യനും നിന്റെ നേരെ എന്ത് ചെയ്യത്തില്ല, കയ്യോ കാലോ എന്ത് ചെയ്യത്തില്ല, അനക്കത്തില്ല. അത്രയ്ക്ക് ജനം യോശുവയെ അംഗീകരിക്കത്തക്ക വിധത്തിൽ യോശുവ എന്ത് ചെയ്തു? വളർന്നു. എത്ര വർഷം എടുത്തു? 40 വർഷം. നമുക്ക് 4-ാം ദിവസം കിട്ടണം. ഒരാളെന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. വിശ്വാസികൾ ആരും എന്നോട് അവരുടെ ഭാരം പറയുന്നില്ല. വിശ്വാസികൾ ആരും എന്നോടൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർ ഒന്നും പറയുന്നില്ല. എന്തു വന്നാലും അവർ ഇപ്പോഴും എന്നോടല്ല പറയുന്നത്. കാര്യം എന്നാ? നിനക്ക് സ്വാധീനം കിട്ടിയിട്ടില്ല. നിന്നെ ജനം എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലാക്കി. സംഗതി ശരിയായിരിക്കും, നേതൃത്വം നിന്നെ അയച്ചു കാണും. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? നിന്നെ അംഗീകരിച്ചിട്ടില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് സമയമെടുക്കും. അതിനെ കുശുമ്പൂത്തിയിട്ടോ പാല വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് സമയമെടുക്കും. 40 വർഷം എടുക്കും. അപ്പൊ ചുരുങ്ങിയത് എത്ര വർഷം എടുക്കും? 40 വർഷം എടുക്കും. നിന്നെ ജനം ഒന്ന് അംഗീകരിക്കാനായിട്ട്. നീ ആൾ കുഴപ്പക്കാരനൊന്നും അല്ല, നീ മര്യാദയ്ക്ക് വിളിയുണ്ടായിട്ട് തന്നെ ഇറങ്ങിയതാ. അതുവരെയൊക്കെ എന്തോ വാലയെ കുത്തി മറിഞ്ഞാലും ജനം എന്ത് ചെയ്യത്തില്ല. കാരണം അവർ നിന്നേക്കാ വലിയ തമ്പുരാക്കന്മാരെ കണ്ടതാ. അപ്പം അവരുടെ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ സമയമെടുക്കും. അതാ കർത്താവ് പറഞ്ഞത്, ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഒരു ഫലം വരണമെങ്കിൽ സമയം കുറച്ചെടുക്കും. നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ആളുകൾക്ക് അടുത്തറിയത്തക്ക വിധത്തിൽ സമയമെടുക്കും. എങ്കിലേ നിനക്കൊരു സ്വാധീനം നിന്റെ വിശ്വാസികളുടെ മധ്യം ഉണ്ടാകത്തുള്ളൂ, നിന്റെ ജനത്തിൻ്റെ മധ്യം ഉണ്ടാകത്തുള്ളൂ. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചോ. ആ ആ ആ ദൈവം മോശയോട് പറഞ്ഞു, നീ യോശുവായി. അപ്പം മോശ അവനെ എന്ത് ചെയ്യുന്നു? അപ്പം അംഗീകരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, നിനക്ക് സ്വാധീനമുണ്ടാകണമെങ്കിൽ ജനത്തിൻ്റെ മേൽ ആർക്ക് സ്വാധീനമുണ്ടോ അദ്ദേഹത്തിൻ്റെ അംഗീകാരം നിനക്ക് ലഭിക്കണം. നിന്റെ ഹയർ അതോറിറ്റി, നിന്റെ മേലാക്കി വച്ചിരിക്കുന്ന ആത്മീയ അധികാരം നിന്നെ അംഗീകരിക്കാത്തിടത്തോളം കാലം ജനം നിന്നെ എന്ത് ചെയ്യത്തില്ല? അംഗീകരിക്കില്ല. അതുകൊണ്ട് മോശയുടെ കൂടെ നടന്ന യോശുവയെ മോശ ആദ്യം എന്ത് ചെയ്യുന്നു? അംഗീകരിച്ച് അവനെ നേതൃസ്ഥാനത്തേക്ക് എന്ത് ചെയ്യുക? ആക്കി വയ്ക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓർഡിനേഷൻ ഓർ ഇൻസ്റ്റലേഷൻ. അതിനെയാണ് എന്ത് പറയുന്നത്? ഓർഡിനേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. നിന്റെ മേലുള്ള ആത്മീയ അധികാരം, നിന്റെ മേലുള്ള വിളിയെ മനസ്സിലാക്കിയിട്ട് നിന്നെ പരസ്യമായിട്ട് എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുക ചെയ്യുന്നത്. നിനക്ക് സ്വാധീനം വേണോ ജനത്തിൻ്റെ മധ്യേ?
നിന്നെ സ്വാധീനിച്ചവന്റെ അംഗീകാരം നീ പ്രാപിച്ചിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നോക്കാം നമുക്ക് അടുത്തത് 23-ാം വാക്യം വായിച്ചൻ. 31-23. നോക്കുക, മോശ യോശുവയെ വിളിച്ച് പറയാ, യോശുവേ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കേ. നീ ആയിരിക്കും അവരെ എത്തിക്കുന്നത്. യെസ്, നോക്കിയേ, ഫുൾ സപ്പോർട്ടാ. ഞാനൊരു കാര്യം ഇവിടെ നിന്ന് പറയാം, നിനക്ക് ജനത്തിൻ്റെ മധ്യേ സ്വാധീനമുണ്ടാവണമെങ്കിൽ നിന്റെ ജീവിതത്തെ ആരാണോ സ്വാധീനിച്ചത് അവൻ്റെ അംഗീകാരം നിനക്ക് ലഭിച്ചേ പറ്റൂ. അതിനെന്ത് വേണം? കുറച്ച് സമയം എടുക്കും. യോശുവയുടെ കാലത്ത്, യോശുവയുടെ ജീവിതത്തിൽ എത്ര സമയം എടുത്തു? 40 വർഷം കൊണ്ട് യോശുവ മോശയോട് കൂടെ നടന്ന് വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും എല്ലാ കാര്യത്തിലും ഏതാണ്ട് മോശയെ പോലെ ആരായിട്ട് മാറി? യോശുവ. എന്ന് പറഞ്ഞാൽ പക്വതയും ജനത്തിനിടയിലെ സ്വാധീനം അവൻ എന്ത് ചെയ്തു? വർദ്ധിച്ച് വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ യോശുവായിരുന്നു 40 വർഷം മുമ്പ് വലിയ കാര്യം പറഞ്ഞു, പക്ഷെ ആരും അംഗീകരിച്ചില്ല. അവനെ കല്ലെറിയാൻ പോയെന്ന് പറഞ്ഞവനല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങൾ. യോശുവ ഇപ്പം നേതാവാകാൻ പോകുന്നത് ഒരു പുതിയ തലമുറയ്ക്കാണ്. കാരണം യോശുവയുടെ കണ്ടംപററീസ് ആരുമില്ല, അതെല്ലാം പോയി. ഈ പുതിയ തലമുറയ്ക്ക് ജനിച്ചപ്പം തൊട്ട് അവരെന്ത് ചെയ്യുക? യോശുവയെ കാണുന്നയാ. ഒരു വീട്ടിൽ വലിയ വഴക്ക് നടക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്ക്. എങ്ങോരു എത്തുന്നില്ല. അവസാനം കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒരു ബ്രേക്ക് എടുത്തു. ആരും ജയിക്കുന്നില്ല. കണ്ടോ, ഉടനെ വീട്ടിലെ മൂത്ത മോൻ വന്ന് പറഞ്ഞു, പപ്പ അങ്ങ് ക്ഷമിക്കും, പപ്പ പോട്ട്, മമ്മയെ നന്നാക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യത്തില്ല, നേരെയാവത്തില്ല. അത് പറഞ്ഞു, 16 വർഷമായിട്ട് എനിക്ക് അവളെ അറിയാമെന്ന് പപ്പ പറഞ്ഞു. അപ്പച്ചന് 16 വർഷം കൊണ്ടല്ലേ അറിയുള്ളൂ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നയാ ഈ സ്ത്രീയെ. മനസ്സിലായില്ല അല്ലേ? പപ്പയ്ക്ക് 16 വർഷത്തെ പരിചയമല്ലേ ഉള്ളൂ. ഞാൻ ജനിച്ചപ്പം തൊട്ട് കാണുന്നതാ ഈ സ്ത്രീയെ. നമ്മുടെ തലമുറ നമ്മളെക്കുറിച്ച് പറയുന്ന സാക്ഷി എന്താണെന്ന് ഓർത്തോണം. ഞാൻ ജനിച്ചപ്പം തൊട്ട് കാണുന്നതാ ഇത്. അപ്പോൾ ഒരു പുതിയ തലമുറ യോശുവയെ എന്നോട്ട് കാണുന്നയാ. അവർ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത്. ആരും അവിടെ ഒന്നും ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന ഒരു തലമുറ. ഈ തലമുറ യോശുവയെ ജനിച്ചപ്പോൾ തൊട്ട് കാണുക. അവർക്കൊരു നേതാവായിരിക്കണമെങ്കിൽ അതുപോലെ സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു ജീവിതം ആർക്കുണ്ടായിരുന്നു? യോശുവയ്ക്ക് ഉണ്ടായിരുന്നു. ആരും റബൽ പറഞ്ഞില്ലല്ലോ. വേണമെങ്കിൽ റബൽ നിൽക്കാൻ പറ്റിയ വേറൊരാൾ ഇതുപോലെ നിൽപ്പുണ്ട്. ആരാ? കാലേബ്. പ്രായം കൊണ്ട്, പക്വത കൊണ്ട് യോർദാൻ കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ സാക്ഷ്യം ഇത് തന്നെ. എല്ലാവരും കൂടി കാലേബിനെ നേതാവാക്കാൻ ശ്രമിച്ചോ? ഒരു പുതിയ പാനൽ ഉണ്ടാക്കിയോ? യോശുവയുടെ പാനലൊന്ന്, കാലേബിന്റെ പാനൽ വേറൊന്ന്. രണ്ട് ഗോത്രത്തിൽപ്പെട്ടവരാ. എന്നാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു 3-ാം ചേരിയും കൂടെ ഉണ്ടായേനല്ലേ. നമുക്ക് ചെറുപ്പക്കാരനൊരാളെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, വേണമെന്ന് പറഞ്ഞു വെച്ച്. ഒരു വ്യത്യാസം ഉണ്ടായില്ല. കാര്യം എന്നാ?
എന്തുകൊണ്ട് യോശുവയുടെ ലീഡർഷിപ്പിന് ആരും എതിര് പറഞ്ഞില്ല? They knew him. അവനെ അറിയാമായിരുന്നു. അത്രയും സ്വാധീനം അവന് ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്വാധീനമാ? കാശ് കൊടുത്തുണ്ടാക്കിയെടുത്ത സ്വാധീനമല്ല. മോശയോട് കൂടെ നടന്ന് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അവൻ എന്ത് ചെയ്തു? അതെ, നേടിയെടുത്തു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എപ്പം നഷ്ടപ്പെട്ടോ അന്നേരം രാജിവെച്ചിറങ്ങിക്കോ, അതാണ് നല്ലത്. നമ്മുടെ മലയാളത്തിൽ പറയുമല്ലോ, പാട്ട് നന്നായിരിക്കുമ്പോൾ തന്നെ സ്വരം നിർത്താൻ. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്തായാലും അല്ലേ? സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തോ? പാട്ട് നിർത്തിക്കോ. എല്ലാവരും കൂടെ കൈയടിച്ചിരുത്തുന്നതിനേക്കാൾ മുമ്പ് ഇല്ലേ, ചില പാട്ടുകൾക്ക് സമയത്തിന് മുമ്പ് നമ്മൾ കൈയടിച്ചിരുത്തും ചിലരെ. യോശുവ അത് മനസ്സിലാക്കി. ഇനി അത് മാത്രമല്ല, ജനം ഒരു മാറ്റത്തിനും തയ്യാറായിരുന്നു. അത് മനസ്സിലാക്കിക്കോണം. എന്നേക്കാൾ കൂടുതൽ സ്വാധീനം വേറൊരാൾക്കുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്തോണം? സ്വയം അങ്ങ് എന്ത് ചെയ്യുക? മാറുക. അവിടെ നിന്ന് പോരാടി ജയിക്കാനൊന്നും എന്ത് ചെയ്യരുത്, പോകരുത് ഒരിക്കലും. നിന്നെ ഒരുത്തടുത്ത് ആവശ്യമില്ലെന്ന് ബോധ്യം വന്നാൽ, ഞാനിവിടെ ഒരു അധികം പറ്റാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ, ഞാൻ ആ ടൈപ്പാ. ഞാൻ എപ്പം പോയെന്ന് പോലും ആരും അറിയില്ല. കുറച്ച് കഴിയുമ്പോഴേ സാറെപ്പോഴേ പോയല്ലോ, സാറ് വീട് പറ്റിക്കഴിഞ്ഞു, എന്നാൽ ഞാൻ പോകുക കേട്ടോ, ഞാൻ ഇറങ്ങാട്ടോ എന്നൊന്നും പറഞ്ഞ് അവിടെ നിൽക്കണ്ട, അങ്ങ് ഇറങ്ങിക്കോ, ആരും പറഞ്ഞില്ലല്ലോ നിൽക്കാൻ. ചില വീടുകളിലേക്ക് ചെന്ന് കണ്ടിട്ട് പാസ്പോർട്ട് എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ, ശരി പാസ് എന്നാ, പിന്നെ അവിടെ തന്നെ നിൽക്കുക. എന്തിനാണ്? മാറ്റത്തിന് സമയമായെന്ന് സ്വയം ബോധ്യം വന്നാൽ, ചിലർക്ക് ബോധ്യം വരില്ലല്ലോ, അങ്ങനെ ഗുണമുണ്ട്. ഇപ്പോഴും ആളുകളുടെ ധാരണ എന്തോ, ഞാൻ വലിയ ആളെല്ലാവരും നോ. മാറ്റത്തിന് സമയമായി എന്ന് നമുക്ക് ബോധ്യം വരണം. എപ്പോഴാണ് ഒരു ജനം മാറാൻ തയ്യാറാവുന്നത്? പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളിൽ ആ ജനം മാറാൻ തയ്യാറാവുക. പറയാമോ ഒന്ന്? എപ്പോഴൊക്കെയാണ്? ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. വിശ്വാസികളെല്ലാവരും കൂടെ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ പാസ്റ്ററെ ഒന്ന് മാറ്റിത്തരണമെന്ന്. എപ്പോഴായിരിക്കും പറയുന്നത്? പാസ്റ്ററെ കൊണ്ട് മടുക്കുമ്പോൾ. എപ്പോഴാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജനം വേദനിക്കാൻ തുടങ്ങി. ജനം വേദനിക്കുമ്പോൾ ജനം മാറ്റത്തിന് തയ്യാറാവും. ജനം ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇദ്ദേഹത്തെ കൊണ്ട് മടുപ്പ് തോന്നി, അല്ലെങ്കിൽ ജനത്തിന് വേദന. ഇയാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന ആളുകൾക്ക് ആശ്വാസത്തിന് പകരം ഇപ്പം എന്തുവാ? കുത്തുവാക്കുകളാ കേൾക്കുന്നത്. അതെ, ജനം ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? ഇദ്ദേഹത്തെ കൊണ്ട് പൊറുതി മുട്ടി വേദനിക്കാൻ തുടങ്ങി. പല പ്രാവശ്യം പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് കേൾക്കാൻ തയ്യാറുള്ള ആളുകൾ. അപ്പൊ ജനം മാറാൻ തയ്യാറാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒന്ന്, അവർ വേദനിക്കുമ്പം. ഒന്നെങ്കിൽ അവർ കൂട്ടത്തോടെ അങ്ങോട്ട് മാറും ഈ സഭയിൽ നിന്ന്, അല്ലെങ്കിൽ പാസ്റ്ററെ മാറ്റാൻ പറഞ്ഞ് അവർ കേന്ദ്രത്തെ എന്ത് ചെയ്യും? പോയി കേന്ദ്രത്തിൽ പിടിപാടുള്ള പാസ്റ്ററാണെന്ന് വെച്ചാൽ അതൊന്നും നടക്കത്തില്ല. ആദ്യം അത് പറഞ്ഞു നോക്കും. പക്ഷെ കേന്ദ്രം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ കൂട്ടത്തോടെ അങ്ങ് എന്ത് ചെയ്യും? മാറും. മാറേജ് പറയും, കേന്ദ്രത്തിൽ ബന്ധപ്പെടും. എന്ത് പറയും? ഞങ്ങൾക്ക് പ്രസ്ഥാനം വിട്ടു പോകാനൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് എന്ത് ചെയ്തേക്കാം, ഞങ്ങൾ ഇപ്പുറത്ത് കൂടിയേക്കാം എന്ന് പറയും ജനം. എന്താ കാരണം? ജനം വേദനിക്കുക, സഹി കെട്ടു അവര്.
അപ്പം മാറ്റത്തിന് പറ്റിയ സമയം ഇതാ. അപ്പോൾ നമ്മളത് അതെന്ന് പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ജനത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കണം. ആരെങ്കിലും വന്ന് നിന്നോട് വല്ലതും പറയുന്നെങ്കിൽ അത് മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നതെന്ന്. ഒന്നല്ല രണ്ടല്ല, പലര് പറയുമ്പോൾ നേതൃത്വം ഒന്ന് ഉണരണം. രണ്ട്, ജനം മാറാൻ തയ്യാറാവുന്ന എപ്പോഴാണെന്നറിയാമോ? ബോധവാന്മാരാകുമ്പോൾ, ജനത്തിന് ബോധം വരുമ്പോൾ. ശരിയല്ലയോ? അന്ന് ഇതിങ്ങനൊന്നും അല്ല നടത്തേണ്ട, ഇതൊക്കെ ഇയാളുടെ ഉടായിപ്പാണ് എന്ന് നമുക്ക് ജനത്തിന് ബോധം വരുമ്പം ഒന്ന് അവർ മാറും, അല്ലേ പാസ്റ്ററെ മാറ്റും. അതാ കർത്താവ് പറഞ്ഞൊരു വാക്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ജനത്തിന് ബോധം വന്നു. സാറിന് ഞാൻ പറയാറുള്ള ഉദാഹരണമാണ്, ആനയ്ക്ക് മതമിളകിയതല്ല, ആനയ്ക്ക് ബോധം വന്നതാ, ഞാൻ ആനയാന്ന്. പിന്നങ്ങോട്ട് അവൻ കാണിച്ചേക്ക് എന്തുവാ? അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന ശക്തിയോടെ അവനെ മുമ്പ് ചെയ്ത് അവൻ്റെ ബലം കാണിക്കായിരുന്നു. അവന് മുമ്പിൽ കണ്ട കാകരണതേന്തി ആദ്യം കൊടുത്ത ആർക്കാ? എന്നെ ഇത്രയും നാൾ അടക്കി ഭരിച്ചിരുന്ന പാപ്പാന്. നീ എന്തോ വിചാരിച്ച് ആദ്യം അവനിട്ട് കൊടുത്തു. പിന്നെ കണ്ണിൽ കാണുന്നത് മുഴുവൻ വേറെ ദിവസത്തിൻ്റെ വാക്കി ഞാനെടുത്താൽ തന്നിൽ വ്യാപരിക്കുന്ന ബലത്തിൻ്റെ, ആത്മവിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന തൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം ആന എന്ത് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു എന്തോ ആനയ്ക്ക് ഭ്രാന്ത്. ആനയ്ക്ക് ഭ്രാന്ത് ഒന്നുമില്ല, ആനയ്ക്ക് ബോധം വന്നത് ആനയാണ്. അത് വരാതിരിക്കാൻ വേണ്ടി ആ തമ്പുരാൻ കൊച്ചു കണ്ണു കൊടുത്തേക്കുന്ന ആനയ്ക്ക്. കണ്ടിട്ടുണ്ടോ? ആന എപ്പോഴെങ്കിലും അതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പവും അതിൻ്റെ ബലവും ഒന്ന് മനസ്സിലാക്കിയ, അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാ ആനയുടെ ബാക്കി എല്ലാ അവയവങ്ങളും ആനയുടെ ശരീരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ്. എല്ലാം, മൂക്ക്, ചെവി, എല്ലാ അവയവങ്ങളും. കണ്ണ് മാത്രം ഒരു രീതിയിൽ ഇതിനോട് പ്രൊപ്പോർഷനേറ്റ് അല്ല. എന്താ കാരണം? അതിൻ്റെ വലിപ്പം അത് അറിഞ്ഞാൽ പോക്കാന്നറിയാം. എൻ്റെ വിഷയം ബോധവാന്മാരാകുമ്പോൾ. ബോധം വരണമെങ്കിൽ എന്ത് ചെയ്യണം? പുസ്തകം വായിക്കണം. ബോധം വരണമെങ്കിൽ എന്ത് ചെയ്യണം? വേദസം മാത്രം വായിച്ചാൽ പോരാ, അല്ലാത്തതും കൂടെ വായിക്കും. വേദസം മാത്രം വായിച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. വിശ്വാസി അതിനേക്കാൾ അപ്പുറമായിരിക്കും. വായിക്കണം, ഒത്തിരി വായിക്കണം. എന്തോ ഈ ലോകത്തിൽ നടക്കുന്നേ, എന്തൊക്കെയായി കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. അപ്പോൾ എപ്പം ജനത്തിന് ബോധം വരുന്നോ അന്ന് എന്ത് ചെയ്യും? മാറും. അവൻ ഉറപ്പാ, അന്നവൻ മാറും. അവൻ മാറ്റത്തിന് തയ്യാറാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് ചെയ്ത ഏറ്റവും വലിയൊരു ഗുണം എന്നാണെന്നറിയാമോ? ജനത്തിന് ബോധവൽക്കരണം നടത്തി. അവകാശങ്ങളെക്കുറിച്ച്, മനുഷ്യത്തെക്കുറിച്ച്, ഒരു മനുഷ്യനായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച്. അതുവരെ അറിവില്ലായ്മയുടെ അന്ധകാര ലോകത്തിൽ കിടന്നിരുന്ന ജനത്തിന് അക്ഷരത്തിലൂടെ അവരെന്ത് ചെയ്തു? വെളിച്ചം പകർന്നു കൊടുത്തു, ജ്ഞാനം പകർന്നു കൊടുത്തു. പ്രതികരിക്കാൻ തുടങ്ങി ജനം. ഇന്നും നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാര്യം തന്നെ വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് വിവരമില്ലാത്തതുകൊണ്ട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എവിടെയൊക്കെ ചെന്ന് ക്രിസ്തീയ മിഷണന്മാർ അവർക്ക് അക്ഷരാഭ്യാസം കൊടുത്തിട്ടുണ്ടോ അവിടെല്ലാം അതിൻ്റെ പ്രതികരണശേഷി വർദ്ധിച്ചു. ജനത്തിന് ബോധ്യം വരുമ്പോൾ, ബോധം വരുമ്പോൾ ജനം മാറാൻ തയ്യാറാവും. അതുകൊണ്ട് ആകെ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്താ അറിയോ? വചനം പ്രസംഗിച്ചാൽ മാത്രം മതി. നീ ആരെയും കുറ്റമൊന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട. നീ വചനം പ്രസംഗിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാത്രം നീ ജനത്തെ എന്ത് ചെയ്യേ? ബോധവൽക്കരണം നടത്തുക. അവർ മാറിയിരിക്കും, ഒരു സംശയമില്ല. 3, ജനം എപ്പോഴാണ് ഇനി മാറാൻ തയ്യാറാവുന്നേ? 1, ജനം വേദനിക്കുമ്പോൾ അവർ മാറാം, അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടെ
വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മുഴുവൻ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ്. അടിച്ചമർത്തപ്പെട്ടൊരു സമൂഹമാണ് ഇവിടെ വിപ്ലവത്തിന് എന്ത് ചെയ്തത്, എടുത്തു ചാടിയത്. കാരണം അവർ സഹിച്ച മടുത്തവർ. ഇനി നിങ്ങൾ നോക്കിയോ, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു അവരെ സഹായിപ്പാൻ. അതാ മോശ വന്നപ്പോഴത്തേന് എല്ലാവരും കൂടെ എന്ത് ചെയ്തു, മോശയുടെ പിന്നാലെ കൂടിയത്. ഒരു വിമോചന ദൈവശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത് അവിടുന്ന്. കാരണം വേദനിക്കുന്നൊരു സമൂഹത്തിൻ്റെ ഇവിടെ കമ്മ്യൂണിസം വളർന്നതിൻ്റെ കാര്യം എന്നാ ഇതാ. ആളുകൾ കൂട്ടത്തോടെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇവിടുത്തെ സമൂഹത്തിൻ്റെ മതത്തിൻ്റെ ഉച്ചനീതത്വത്തിൻ്റെ പിടിയിൽ കിടന്ന് കരാളഹസ്തത്തിൽ കിടന്ന് അവർ പ്രാണം നഷ്ടപ്പെടുമെന്നുള്ള ഭാഗം വന്നപ്പോൾ ഇതാ വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ ശബ്ദവുമായിട്ട് മിശ്രമായിവിടെ വന്നതാ. എല്ലാം പിന്നാലെ ഇറങ്ങി തിരിച്ചു. ഇതല്ലേ ശാപക യോഹന്നാനും ചെയ്തത്. വിമോചന ദൈവശാസ്ത്രം മുഴുവൻ നിങ്ങൾ നോക്കിക്കോ. അതാ കാലം തികഞ്ഞു, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ യോഹന്നാൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചെന്നാ സ്നാനപ്പെടാൻ കാര്യം എന്നാ, ദൈവരാജ്യത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കണം. ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിന്നൊരു ഞങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോവുക. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്നാനപ്പെടണോ? പെട്ടേക്കാം. പക്ഷെ ജീവിതത്തിൽ മാറ്റമൊന്നും വന്നില്ലായിരുന്നു. അപ്പോഴാണ് യോഹന്നാൻ പറഞ്ഞത്, ഹേയ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലവും കൂടെ കായ്ക്കടാ, നീ സ്നാനപ്പെട്ടതല്ലേ എന്ന് പിന്നെ പറയുന്നത് വന്നതിൻ്റെ കാര്യം അതാ. സ്നാനപ്പെട്ട പലരിലും എന്ത് കണ്ടില്ല? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കണ്ടില്ല. അപ്പൊ ജനം മാറാൻ തയ്യാറാവും എപ്പോഴ് ബോധം വന്നാൽ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ വിടാം. അവന് സുബോധം വന്നു. ആർക്ക്? മുടിയനായ പുത്രന്. അവിടെ അങ്ങനെ പറയുന്നത്, അവന് സുബോധം വന്നിട്ട്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ പോലും എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് മാറ്റത്തിന് തയ്യാറായി. അവൻ അതുവരെ അവൻ വിചാരിച്ചത് ഇതാണ് ഏറ്റവും നല്ല ജീവിതമെന്ന്. ബോധം വന്നപ്പം മാറ്റത്തിന് തയ്യാറായി. മൂന്നാമത്തെ കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എപ്പോഴാണ് ജനം മാറുന്നേ? ഉദാഹരണം പറയാൻ പോവാ. നിങ്ങൾക്ക് മാസം ഒരു 30,000 രൂപ ശമ്പളം കിട്ടുന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം എന്തോ ചെയ്യും? ആദ്യം മാറാൻ പോകുന്ന ഡ്രസ് കോഡാ. പഴയ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി, ശരിയില്ലയോ? എല്ലാവരും സ്റ്റാറ്റസ് അങ്ങ് മാറ്റും നമ്മൾ. എന്താ കാരണം? ഇപ്പം നമ്മുടെ കയ്യിൽ പിന്നെ ആദ്യം ഡ്രസ് കോഡ് മാറി, രണ്ടാമത്തത് ഫുഡ് കോഡ് മാറി. അത് തന്നെ നമ്മുടെ ഭക്ഷണ രീതി മാറി. മറ്റേത് മാർക്കറ്റിൽ ചെന്നാൽ നട്ടും പൊട്ടുമായിരുന്നു വാങ്ങിച്ചിരുന്നത് ചിക്കൻ്റെ. ഇപ്പം എന്തായി? ഇപ്പം ചിക്കനായി. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പം അല്ല, അല്പമൊന്നും പോകത്തില്ല. പിന്നെ നല്ല പീസ് മാത്രം മതി നമുക്ക്, അല്ലേ? കാല് മാത്രം, ബോൺലെസ് ചിക്കനായി. പിന്നെ നമുക്ക് പണ്ടെന്തായിരുന്നു? ചിക്കൻലെസ് ബോണായിരുന്നു നമ്മൾ തുടങ്ങിയത്. നമ്മുടെ ഫുഡ് കോഡ് മാറി. 3 പറഞ്ഞോ, ഫ്രണ്ട്ഷിപ്പ് മാറി. ഇപ്പം പഴയ ആളുകളെ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, പിടിക്കില്ല. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനത്തെ ആളുകളെ നമ്മളിപ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ. ശരിയാ. അയ്യോ, എനിക്ക് എത്രയോ പാസ്റ്റർമാർ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചാൽ മോനെ ഗൾഫിലൊക്കെ വിട്ട് ഒരു കാറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഇപ്പോൾ അവർക്ക് നമ്മുടെ സഭ പിടിക്കുന്നില്ല പാസ്റ്ററെ. കാരണം വണ്ടി ഹോളിൻ്റെ അവിടം വരെ എന്ത് ചെയ്യില്ല, ചെത്തില്ല. പിന്നെ വഴിയിൽ ഇട്ടേച്ച് വരണ്ടേ. അപ്പോൾ വണ്ടിയും കൂടെ പാർക്കിങ്ങുള്ളൊരു സൗകര്യം നോക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? ഈ പാവം കുടലുണങ്ങി എത്ര നാള് ഇവർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിച്ച് മകൻ ഗൾഫിൽ പോയി ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞപ്പം സഭയും വിട്ടുപോയി. കാര്യം എന്നാ? അവരുടെ ഇപ്പോൾ താഴെ ഇരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് കസേരയുള്ള സഭ ഏതാ? അതല്ലേ നമ്മൾ അങ്ങനെ കുറേ എണ്ണമുള്ളതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ആക്കിയേക്കുന്നത്. ഇതിനെ നല്ല പാർക്കിംഗ് ഒക്കെ ഉള്ള എയർ കണ്ടീഷനുള്ള നല്ല സഭ നോക്കി. കാര്യം എന്നാ? ദൈവം പെന്തക്കോസ്താന്റെ സ്റ്റാറ്റസ് മാറ്റി. അപ്പൊ അവനിപ്പോ താഴെ ഇരിക്കാൻ മേല. വണ്ടി ഇപ്പൊ അവിടെ വരെ ഹോളിന്റെ അവിടെ വരെ എന്ത് ചെയ്യുന്നില്ല, ചെല്ലുന്നില്ല. എന്തോ മാറി? നമ്മുടെ സ്റ്റാറ്റസ് മാറി. ഇപ്പൊ എന്തോ ആയി? ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും മാറി.
കാര്യം തന്നെ വലിയ വലിയൊക്കെ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും വന്നോ ഇല്ലയോ എന്നൊന്നും എന്ത് ചെയ്യത്തില്ല, ആരും അറിയില്ല. ഇതൊരാഴ്ച തന്നില്ലെങ്കിൽ അന്നേരം പാസ്റ്റർ വിളിക്കുകയല്ല ചെയ്യുന്നത്, നേരെ അങ്ങ് വരിക ചെയ്യുന്നത്. ഈ മനുഷ്യന് വേറെ നാളെ ഈയിടെ ഒരാൾ പറഞ്ഞതാ, ഇയാൾക്ക് ഫോണൊക്കെ ഇല്ലയോ, ഇയാൾക്ക് വിളിച്ചിട്ട് വന്നാൽ പോലെ. എല്ലാം മാറി. എന്താ കാരണം? കയ്യിൽ എന്ത് ചെയ്തു? ധാരാളം വന്നു. ജനം മാറും എപ്പോഴാ? ധാരാളം ഉണ്ടാകുമ്പോൾ. ആരും പറയണ്ട, തന്നെ മാറിക്കോളും. പാസ്വേഡ് ഒന്ന് ചോദിക്കോ? നിങ്ങൾ ആരെങ്കിലും ചോദിക്കോ? പക്ഷേ എനിക്ക് ഈ മാസം കുറച്ച് പൈസ കൂടുതൽ കിട്ടും, ഞാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോവുക, ഞാൻ ഏത് ഡ്രസ്സ് എടുക്കേണ്ടത്? എന്നോട് ഇത്രയും നാൾ ഒരു വിശ്വാസിയും ചോദിച്ചിട്ടില്ല. ഇത്ര നാൾ ചോദിച്ചിട്ടില്ല. നിങ്ങളോട് അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരു 6 കസേര വാങ്ങിക്കാൻ പോകും. ഏത് നിറമാണ് വാങ്ങിക്കണ്ടേ പാസ്റ്റർ? എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ചിലർ ചോദിക്കും എവിടെ വില കുറഞ്ഞത് എവിടെ കിട്ടും, അല്ലെ പാസ്റ്റർ ഒന്ന് വിളിച്ച് പറയൂ, ഒരു 10 രൂപ കുറച്ച് കിട്ടാൻ. ധാരാളം നമ്മുടെ കയ്യിലുണ്ടാവും. സർപ്ലസ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു? ധാരാളമായി അതുകൊണ്ടാണ് മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് വളരെ ശക്തമായ ഒരു താക്കീത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നല്ല വീടുകൾ പണിത് അതിൽ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവയെ മറന്ന് എൻ്റെ സ്വന്ത കൈയുടെ ബലം കൊണ്ട് എൻ്റെ മിടുക്ക് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ സൂക്ഷിച്ചോണം. കാരണം യഹോവയല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ജ്ഞാനവും കഴിവും ബുദ്ധിയും ഒക്കെ തന്നത്. അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും അലക്ഷ്യമാക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചോണം. നിനക്ക് ആടുമാടുകൾ പെരുകി സമ്പത്തുകളുണ്ടായി പൊന്ന് നിനക്ക് വർദ്ധിക്കുമ്പോൾ നീ അവൻ്റെ പ്രമാണങ്ങളെ അലക്ഷ്യമാക്കാതിരിക്കാൻ നോക്കണം. ദൈവം നിനക്ക് തന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഇത് മോശയ്ക്കറിയായിരുന്നു. അതുകൊണ്ട് ആ കനാൻ ദേശത്തിൽ പോകുന്നതിന് മുമ്പേ ഈ മുന്നറിയിപ്പ് കൊടുത്തേ. ചെയ്യേണ്ട 4 കൂട്ടം കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത 4 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം കൈ 10 പുത്തം വന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിനി അതിൽ നിന്ന് ഒരു നല്ല കാര്യം, ലീഡർഷിപ്പ് ഇരിക്കുന്നവർക്ക് നല്ലൊരു കാര്യം പറഞ്ഞുതരാം. സഭയുടെ വരുമാനം വർദ്ധിച്ചു എന്ന് കണ്ടാൽ പതുക്കെ സ്റ്റാൻഡേർഡ് കൂട്ടിക്കോണം, അല്ലെങ്കിൽ ആളുകൾ നിന്നെ വിട്ടെന്ത് ചെയ്യും? ഉറപ്പോ? ഞാനിപ്പോഴും പഴയ തമ്പേറും കുട്ടിയായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സർക്കസുകാർ പോലും അത് മാറ്റി. അവർ തന്നെ ഇപ്പോൾ കരമൊക്കെ ഇട്ടിട്ടാണ് എന്ത് ചെയ്യണത്? ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നാൽ പതുക്കെ എന്ത് ചെയ്തോണം? ലെവല് മാറിക്കോണം. അല്ലെങ്കിൽ ആരും കൂടെ ഉണ്ടാവില്ല, ആരും നിൽക്കില്ല. പായ മാറ്റേണ്ട സമയമാകുമ്പോൾ എന്ത് ചെയ്തോണം? പായ മാറ്റി കസേര ഇട്ടോണം. കുറച്ച് കഴിയുമ്പോൾ അതും കൂടെ മാറ്റേണ്ടി വരും. കുഷ്യനിട്ട കസേര ചിലപ്പോൾ ഇടേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു കൂട്ടം വരുന്നെങ്കിൽ സാമൂഹിക അകലമൊക്കെ ചിലപ്പം മാറ്റി എന്ത് ചെയ്യേണ്ടി വരും? ഇരുത്തേണ്ടി വരും. കാരണം അടുത്തിരിക്കുന്നവൻ വേർത്ത് വന്നിരിക്കുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ലായിരിക്കും. ആളുകളുടെ സ്റ്റാൻഡേർഡ് മാറി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് കഴിയുമ്പം ഹോളിൻ്റെ നല്ല സ്പ്രേ വരാവുന്ന രീതിയിൽ നല്ല ഓട്ടോ സ്പ്രേ ഒക്കെ പിടിപ്പിക്കേണ്ടി വരും. എന്നാന്നറിയാമോ? വേർപ്പും കൊണ്ട് മാറണമെങ്കിൽ ഒക്കെ വേണ്ടി വരും. ജനം മാറാൻ തയ്യാറായെന്ന അർത്ഥം. ജനം മാറാൻ തയ്യാറായി. എന്നിട്ട് പാസ്റ്ററെ കൊള്ളത്തിലേക്ക് എന്ത് ചെയ്യും? അവർ പറയും, പാസ്റ്ററെ ഞങ്ങൾക്ക് ഈ പാസ്റ്ററെ ഒന്ന് എന്ത് ചെയ്യണം? മാറ്റിത്തരണം. ഇയാൾ ഇപ്പോഴും ഈ പഴഞ്ചൻ രീതിയിൽ തന്നെ. അതുകൊണ്ട് ഇടയ്ക്ക് ജുബയുടെയൊക്കെ കളർ മാറ്റുന്നത്. ജനം മാറാൻ തയ്യാറാകുന്ന 3 സന്ദർഭങ്ങളിലാണ്. ഒന്ന്, ജനം വേദനിക്കുമ്പം.
ഒന്നീ അന്നേരം അവർ മാറും, അല്ലെങ്കിൽ നിന്നെ മാറ്റും. എന്തായാലും മാറ്റം ഉണ്ടായിരിക്കും. 2, ജനത്തിന് ബോധം വന്നു. ഇങ്ങനൊന്നും അല്ല ആരാണ് നടത്തുന്നത്, ഇങ്ങനൊന്നും അല്ല പരിപാടികളെന്ന് അവർക്ക് എന്ത് ചെയ്തു, ഇതിനൊക്കെ മാന്യമായിട്ട് നടത്താൻ പറ്റുന്നവരുണ്ട് എന്ന് ബോധം വന്നാൽ അവരെന്ത് ചെയ്യും? ഒന്നീ അവർ മാറും, അല്ലേ നിന്നെ മാറ്റും. 3, ജനത്തിൻ്റെ കയ്യിൽ ധാരാളമായി കഴിഞ്ഞു. പണ്ട് 1 രൂപ 2 രൂപയ്ക്കായിരുന്നു സ്വത്ര കാഴ്ച കിട്ടുന്നത്. ഇപ്പം ആ സ്ഥാനത്ത് മാറി എന്തായി? 50ഉം 100ഉം ഒക്കെ വന്നു തുടങ്ങി. സ്വാധീനം. അപ്പം ഒരു കാര്യം ഞാൻ പറയാം, മാറുന്ന ജനത്തെയും കൂടെ നിനക്ക് സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ നീയും മാറണം. മാറുന്ന ജനത്തെ കൂടെ നിനക്ക് സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ നീയും എന്ത് ചെയ്യണം? നീ പിടിവാശിയും പിടിച്ചെന്ത് ചെയ്യരുത്, ഇരിക്കരുത്. പിതാക്കന്മാരിട്ട് അതിന് മാറ്റരുതെന്നും പറഞ്ഞൊരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ വല്ലവൻ്റെ പറമ്പിൽ കയറിയിട്ടാൽ എൻ്റെ അപ്പം അതിലിട്ടേന്ന് വെച്ചാൽ മര്യാദയ്ക്ക് അത് മാറ്റിക്കൊടുത്ത് സമാധാനത്തോടെ ജീവിക്കാൻ നോക്കാം. മനസ്സിലായെന്തോ? ബാക്കി എന്തോ പിതാക്കന്മാരിട്ട് അതിന് എന്തെല്ലാം മാറി. പിതാക്കന്മാർ ഓണം കൊടുത്തേച്ചാണ്, ഞാൻ അതിന് മാറ്റിയില്ലേ നീ? പിതാക്കന്മാർ ജീവിച്ച പോലെ മുണ്ടെടുത്തേച്ചാണ്, പാൻസെറ്റുണ്ടല്ലേ കിടക്കുന്നത്. അപ്പം അതിനൊക്കെ അതിന് മാറ്റാം. ഇവിടെ എവിടേക്കാണ് അങ്ങനത്തെ മാറ്റമുള്ളൂ? ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പിതാക്കന്മാർ വല്ലവൻ്റെയും പറമ്പിൽ കയറി അത് അവൻ്റെ കൈമെടുക്കൊണ്ട് എന്ത് ആരും ചോദിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? കുറ്റി അപ്പുറത്തോട്ട് ഇട്ടു. ഇനിയിപ്പോൾ മോൻ പറയാം അപ്പനിട്ട് അതിന് ഞാൻ മാറ്റത്തില്ലെന്ന്. അപ്പുറത്തും അതുപോലൊരു മല്ലൻ ഉണ്ടായിക്കഴിഞ്ഞു. മര്യാദയ്ക്ക് പറ, ഞാൻ മാറ്റി തന്നേക്കാം. സമാധാനത്തോടെ നിനക്ക് എന്ത് ചെയ്യാം? അയൽവാസിയായിട്ട് ജീവിക്കാം. അപ്പം സ്വാധീനം ഒരു ശക്തമായ നിയമമാണ്. അപ്പം രണ്ടാമത്തെ നിയമം എന്തുവാ? സ്വാധീനം എന്ന നിയമം. അപ്പം ജനത്തെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയണം. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വാധീനം നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ നിന്നല്ല, ഒരിക്കലുമല്ല. സ്വാധീനം നമുക്ക് എത്ര പണമുണ്ടെന്നുള്ളതല്ല. സ്വാധീനം നമ്മുടെ വിദ്യാഭ്യാസത്തെയോ കുടുംബശ്രേഷ്ഠതയോ ഒന്നും. ലോകത്തെ സ്വാധീനിച്ച ചില മനുഷ്യരെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. Their life was so simple. അവരുടെ ജീവിതത്തിൻ്റെ ലാളിത്യം കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ലോകത്തെ സ്വാധീനിച്ച ഏതെങ്കിലും ആദ്യത്തെ ഒരു 5 പേരുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുക. അതിൽ ആദ്യം ടോപ്പ് നിൽക്കുന്ന ആരായിരിക്കും അറിയാമോ? ഗാന്ധി ആയിരിക്കും. 3 പീസ് സൂട്ടായിരുന്നു പുള്ളിക്ക്. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ആകർഷിക്കത്തക്ക ഒന്നുമില്ലായിരുന്നു. വാസ് എ സിംപ്ലസ്റ്റ് മാൻ എവർ ലിവ്ഡ്. ആ 10 പേരുടെ ലിസ്റ്റ് എടുക്കുക, അതിലൊരു 5 പേരെ എടുക്കുക. ആദ്യം കാണുന്നത് ഗാന്ധിജി ഒരു ഭാരതീയനാണ്. എനിക്കൊരു ഒത്തിരി ഞാൻ അഭിമാനമുള്ള, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്തൊരു ലളിതമായ വസ്ത്രധാരണ രീതി, എത്ര ലാളിത്യപൂർവ്വം. വിദ്യാഭ്യാസം ഇല്ലാത്തവനാണോ? എൻ്റെ അപ്പ ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റേഴ്സ് കാലം കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് കിട്ടാവുന്ന 1 ഡിഗ്രി എടുത്ത മനുഷ്യൻ. രണ്ടാമത്തെ വ്യക്തി ആരാന്നറിയാമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ടാമത്തെ വ്യക്തി മദർ തെരേസ. തൻ്റെ മരണസമയത്ത് അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എംബസി ഞായറാഴ്ച പ്രവർത്തിക്കുന്നത്. കാരണം എന്നാണെന്നറിയാം, ഇവരുടെ ഫ്യൂണറലിന് വേണ്ടി ഇവിടെ ആൾക്ക് വരാൻ വേണ്ടിയിട്ട് എംബസി തുറന്നു കൊടുത്തു. അവരുടെ വസ്ത്രധാരണം ചെയ്ത് നോക്കി, എത്ര സിമ്പിളാ, എത്ര സിമ്പിളാ. നമ്മുടെയൊക്കെയോ എന്തോത്തിൻ്റെ പെടാപ്പാടാ, എന്തിനാ ഇത്? നീ ആരെന്ന് ലോകം അറിഞ്ഞാൽ നിന്നെ ബഹുമാനിച്ചോളും. സ്വാധീനത്തിൽ എന്തില്ല? ഈ ബാഹ്യമായിരിക്കുന്ന ഒന്നിനും യാതൊരു, നിന്റെ വ്യക്തിത്വത്തിനാണ്.
ലോകത്തെ സ്വാധീനിക്കാൻ കഴിയും. നീ ആരാന്നുള്ളതാണ്, അല്ലാതെ ബാഹ്യമായി കാണുന്ന ഒന്നും ലോകത്തെ സ്വാധീനിക്കുന്നതിൽ യാതൊന്നും ചെലുത്തത്തില്ല. അതൊക്കെ വെറുതെയാണ്. അവരെയൊന്നും ലോകം ഓർക്കുന്ന പോലുമില്ല. ലോക വിശ്വസുന്ദരി എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടായിരുന്നു ഓരോ കാലഘട്ടം? ആരുടെയെങ്കിലും പേര് ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ ലോകം ഇന്നും ഓർക്കുന്ന, കണ്ടിട്ടില്ലെങ്കിലും ഇന്നും ഓർക്കുന്ന. ഞാൻ മഹാത്മാഗാന്ധിജിയെ കണ്ടിട്ടില്ല, പക്ഷെ തൻ്റെ ജീവിതം ഇന്നും എത്രയോ പേരെ സ്വാധീനിക്കുന്നു. മദർ തെരേസയെ പിന്നെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതമായിരുന്നു ആയിരങ്ങളെ സ്വാധീനിച്ചത്. ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്നത് യേശുക്രിസ്തു. പക്ഷെ താൻ ദൈവമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ പേരെടുക്കാഞ്ഞത്. നമ്മുടെ ജീവിതം ബി സിമ്പിൾ. നമുക്ക് ജീവിതം കൊണ്ട് എന്ത് ചെയ്യാം? ആളുകളെ സ്വാധീനിക്കാം, നമ്മുടെ ജീവിതം കൊണ്ട്. അപ്പൊ രണ്ടാമത്തെ നിയമം കഴിഞ്ഞു. ഒരു നേതാവ് സ്വാധീനം ചെലുത്താൻ കഴിവുള്ളൊരു മനുഷ്യനായിരിക്കണം. ആ സ്വാധീനം അവൻ്റെ ജീവിതം കൊണ്ടായിരിക്കണം.